ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്നവൻ കാട്ടുകള്ളനാണെന്നുള്ളതിന് ആത്മീയ മേഖല ആനക്കള്ളൻ, പെരുങ്കള്ളൻ, കാട്ടുകള്ളൻ ആണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താന്ന് വെച്ചാൽ നൗഷാദ് വിടുന്ന ക്ലിപ്പുകൾ തന്നെ. കാരണം എന്താ, ഒരാൾ വലിയാന്ന് പറഞ്ഞ എന്താ, പിന്നെ വലിയുള്ള അള്ളാഹുവിന്റെ വലിയ, അവർ അള്ളാഹിന്റെ ആൾക്കാരാ. ആ അള്ളാഹുവിന്റെ ആൾക്കാർക്ക് ഇവിടെ ആരെങ്കിലും അംഗീകരിച്ചെന്ന് വിചാരിച്ചാൽ അവർക്കൊന്നും കിട്ടാനും പോണില്ല, ആരെങ്കിലും അംഗീകരിച്ചിട്ടില്ല എന്ന് കരുതിയാണ് അവർക്കൊന്നും കുറയാനും പോണില്ല. കാരണം അവർ അള്ളാഹു ലയിച്ച ആളുകളാണ്, അവർ അള്ളാഹുവിന്റെ സ്വന്തം ആൾക്കാരാണ്. അവരൊക്കെ ആരെങ്കിലും വരട്ടെ വരാതിരിക്കട്ടെ അത് നോക്കുന്ന പ്രശ്നം അവർക്കില്ല. ആരും വന്നാലും വേണ്ടില്ല, വന്നില്ലെങ്കിലും വേണ്ടില്ല. ഓരോ മധുകാരെയും പറഞ്ഞാലും വേണ്ടില്ല, പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഓരൊക്കെ നോക്കിക്കണ പണിയല്ല. പിന്നെ ഈ മീനങ്ങാടി സുലൈമാന്റെ അടുത്തേക്ക് വന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിന്റെ അടക്കം, അതുപോലെ ചെറുശ്ശേരി ഉസ്താദും, അതുപോലെ പാണക്കാട് തങ്ങൾ പാപ്പ അടക്കം എല്ലാവരും വീഡിയോ എന്തിനാ എടുത്തു വെച്ചത്? ഈ കാട്ടുകൾ എടുത്തു വെച്ചത് എന്തിനാ? അത് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? സത്യത്തിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ഒരാളാണോ വലിയ എന്ന് പറഞ്ഞ്? ഓ കള്ളനായതുകൊണ്ടല്ലേ ചെയ്ത്, പെരുങ്കള്ളനായതുകൊണ്ട്. അവർ പിന്നെ ഔഷാദ് പറയും ഭാവിയിൽ ചിലപ്പോൾ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. ചെങ്ങായി അതിനായി തുടക്കത്തിൽ പറഞ്ഞ് ഈ ഭാവിയിൽ നിഷേധിക്കട്ടെ, നിഷേധിക്കാതിരിക്കട്ടെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് എന്ത്? ഒരു നിഷേധിച്ചാൽ എന്ത്, നിഷേധിച്ചില്ലെങ്കിൽ എന്ത്? ബഹുമാനപ്പെട്ട സി.എം വലിയുല്ലാഹിയും ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലേക്ക് എത്ര ആൾക്കാർ വരുന്നു, എത്ര ആൾക്കാർ പിന്നെ വരാത്തുണ്ട്? അംഗീകരിച്ച ആൾക്കാർ എത്ര ഉണ്ട്, അംഗീകരിക്കാത്ത ആൾക്കാർ എത്ര ഉണ്ട്? അത് നോക്കി കുത്തിർക്കല ഓലപ്പണി. ഈ ചെങ്ങായി എന്ത് നടക്കുക? ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞ കാട്ടുകള്ളൻ. ഇനിയിപ്പം കുരുവട്ടൂരുകൾ വലിയ സംഗതിയായിട്ട് സംഭവമായിട്ട് പറയണപ്പോ എന്താ, ഷെയ്ഖുന സുൽത്താൻ ഉലമ പോയില്ലേ, ചെറിയ ഉസ്താദ് പോയില്ലേ, അത് ഷെയ്ഖായിട്ട് അംഗീകരിച്ച് പോയതല്ലേ? ഇതാണ് വലിയ കാര്യം. അത് ഷെയ്ഖായി അംഗീകരിച്ച് പോയതല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? നൗഷാദിന്റെ ക്ലിപ്പ് തന്നെ. അത് നൗഷാദ് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? നൗഷാദ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയും എന്ത് ചെയ്തില്ല, ഈ ചങ്ങായിന്റെ അടുത്ത് നിന്ന് കേട്ട വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല, അത് അംഗീകരിച്ചില്ല. അത് നൗഷാദ് പറയുന്നുണ്ട്. ഈ ക്ലിപ്പുകൾ വന്ന് ഇടാൻ തുടങ്ങുന്ന ആ സമയത്തുള്ള പ്രഭാഷണത്തിൽ നൗഷാദ് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ക്ലിപ്പിടാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ അവിടുന്ന് എല്ലാ ഉപദേശങ്ങളും കേട്ടെങ്കിലും അതൊന്നും ചെവി കൊണ്ടില്ല, അതൊന്നും അംഗീകരിച്ചില്ല, അതിനനുസരിച്ച് നീങ്ങിയില്ല. ചങ്ങായി അതന്നല്ലേ തെളിവ്? ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഈ ചങ്ങായിനെ ഷെയ്ഖായി അംഗീകരിച്ച് പോയതല്ല, പിന്നെ അവിടുന്ന് കേട്ടു നിന്ന് എന്തുകൊണ്ടാണ് ചില മസ്ലഹത്തിന് വേണ്ടി അതൊക്കെ കേട്ടു നിന്നു. പക്ഷെ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഓന്റെ ആ ഉപദേശങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയും ചെറിയ ഉസ്താദൊക്കെ പുറങ്കാല് കൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു ആ ഉപദേശങ്ങൾ മുഴുവനും. ഓൻ തനി ശൈത്താനിയത്താണെന്നുള്ള ഷെയ്ഖുനക്ക് ബോധ്യപ്പെട്ടു. അതന്നെ അത് ഇജ്ജി പറഞ്ഞു തന്നെയാണ്, ഓല് സ്വീകരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ക്ലിപ്പ് ഇടേണ്ടി വന്നതെന്നുള്ളത്. അപ്പൊ ഇത് വ്യക്തമായി അത് ഷെയ്ഖുന ഷെയ്ഖായിട്ട് അംഗീകരിച്ച് പോയതല്ല എന്നുള്ളത്. ഒരൊറ്റ അറിവില്ലാതെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും പാലിക്കാതെ മൂപ്പരായിട്ടാണ് നടന്നു പോയി. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടുള്ള